ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് നമ്മൾ 15 ഡെയിലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇവിടെ, ഹിയർ ഇരിക്കുക, ഇരുന്നോട്ടെ, ഇരിക്കുക, സിറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ ക്യാൻ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ, ക്യാൻ ഐ സിറ്റ് ഹിയർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ എന്ന് വെച്ചാൽ എന്താ? കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വെയിറ്റ്. കാത്തിരിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് വെയിറ്റ്. അപ്പം ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാം. I am waiting. ഞാൻ കാത്തിരിക്കുന്നു. I am waiting. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ പുറത്തേക്ക് പോകുന്നു. ഞാൻ എന്ന് വെച്ചാൽ പുറത്ത് എന്ന് പറഞ്ഞാൽ ഔട്ട്, പോകുന്നു, ഗോയിങ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാം? ഞാൻ പുറത്തേക്ക് പോകുന്നു. I am going out. ഞാൻ പുറത്തേക്ക് പോകുന്നു. I am going out. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താ? എന്നോടൊപ്പം വരൂ. ഇതൊരു ചെറിയ സിമ്പിൾ സെൻറ്റൻസ്. അപ്പം ഞാൻ വരൂ എന്ന് പറയുന്നത് കം. അപ്പം എങ്ങനെ എഴുതുന്നത് നോക്കാം. കം വിത്ത് മീ. എന്നോടൊപ്പം വരൂ, കം വിത്ത് മീ. ചെറിയൊരു സെൻറ്റൻസ് ആണ്, നിങ്ങൾക്ക് ഓർത്തൊക്കെ എളുപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, ദയവായി ഇത് എഴുതൂ. അപ്പോൾ ദയവായുടെ ഇംഗ്ലീഷ് മീനിങ് എന്താ? പ്ലീസ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ദിസ്. അതെന്ന് പറഞ്ഞാൽ ദാറ്റ്. അപ്പോൾ ഇത് എഴുതുകയുടെ ഇംഗ്ലീഷ് മീനിങ് എന്താ? ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ എഴുതുക, റൈറ്റ്. അപ്പോൾ എന്താ നമ്മളിവിടെ ദയവായി ഇത് എഴുതൂ. ഞാനത് ഇംഗ്ലീഷിലോട്ട് എഴുതാൻ പോവുകയാണ്. ദയവായി എന്ന് വെച്ചാൽ പ്ലീസ്. ഇത് എഴുതൂ, പ്ലീസ്. ദയവായി ഇത് എഴുതൂ. പ്ലീസ് റൈറ്റ്. ഇവിടെ നമ്മൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ദിസ്, അത് ദാറ്റ്. പക്ഷെ ഇവിടെ ഇതെന്ന് പറയുമ്പോൾ ദിസ് എന്ന് ഇവിടെ എഴുതാൻ പറ്റില്ല. കാര്യം ദയവായി പ്ലീസ് റൈറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. അല്ലാതെ ഞാൻ പറഞ്ഞു ഇതെന്ന് വെച്ചാൽ ദിസ്, അതെന്ന് വെച്ചാൽ ദാറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ പ്ലീസ് റൈറ്റ് ദിസ് അങ്ങനെ എഴുതില്ല. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ അങ്ങനെ എഴുതാവും. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇതെന്താ? ദയവായി ഇത് എഴുതൂ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ നിങ്ങളെ വിളിക്കാം. ഞാൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ യു. വിളിക്കാം, കോൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. I will call you. സിമ്പിൾ സെൻറ്റൻസ് ആണ്, ഓർത്തെക്കാൻ പറ്റിയ ചെറിയ സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഞാൻ നിങ്ങളെ വിളിക്കാം, I will call you. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മഴ പെയ്യുന്നു. റെയിൻ. പെയ്യുക. അതൊരു സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ ഞാൻ അതിനായിട്ട് പ്രത്യേകിച്ച് പറയാൻ നിൽക്കുന്നില്ല, ഇതിൽ എഴുതുക. മഴ പെയ്യുന്നു. ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്യുന്നു, ഇറ്റ്സ് റെയിനിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഞാൻ തിരക്കിലാണ്. തിരക്ക്, ബിസി. അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. I am busy. ഞാൻ തിരക്കിലാണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ചോട്ടെ. ഞാൻ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളോട്, യു. സംസാരിക്കുക, സ്പീക്ക്. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചോട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. Can I speak
ക്യാൻ ഐ സ്പീക്ക് ടു യു? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ഐ സ്പീക്ക് ടു യു? ഞാൻ നിങ്ങളോട് സംസാരിച്ചോട്ടെ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എനിക്ക് ഇത് ഇഷ്ടമാണ്. എനിക്ക് ഇത് ഇറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക്. എനിക്ക് ഇത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എനിക്കിത് ഇഷ്ടമല്ല. നേരെ നമ്മൾ എന്താ? എനിക്കിത് ഇഷ്ടമാണ്. എനിക്കിത് ഇഷ്ടമല്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇവിടെ ഒരു ഡോണ്ട് കൂടെ വന്നു. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ എനിക്കിത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദയവായി വാതിൽ തുറക്കൂ. ദയവായി എന്ന് വെച്ചാൽ എന്താ? പ്ലീസ്. വാതിൽ, ഡോർ. തുറക്കുക, ഓപ്പൺ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ദയവായി, പ്ലീസ്, വാതിൽ, പ്ലീസ് തുറക്കൂ, വാതിൽ തുറക്കൂ. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ദയവായി വാതിൽ അടയ്ക്കൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ദയവായി വാതിൽ തുറക്കൂ. ഇത് ജസ്റ്റ് അടയ്ക്കൂ, അത്രയുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? ദയവായി പ്ലീസ് വാതിൽ എന്ന് വെച്ചാൽ ഡോർ, അടയ്ക്കൂ എന്ന് പറഞ്ഞാൽ ക്ലോസ്. മറ്റടുത്ത് എന്തായിരുന്നു? തുറക്കൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്പൺ. ഇത് അടയ്ക്കൂ എന്ന് പറയുമ്പോൾ ക്ലോസ്. അപ്പോൾ എന്താ? നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. പ്ലീസ് ക്ലോസ് ദ ഡോർ. പ്ലീസ് ക്ലോസ് ദ ഡോർ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഭക്ഷണം കഴിക്കാം. അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഈറ്റ്. ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഈറ്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എനിക്ക് പോകേണ്ടി വരും. എനിക്ക് പോകേണ്ടി വരും. വരും എന്ന് വെച്ചാൽ ഐ നീഡ് ടു ഗോ. ഞാനിവിടെ എഴുതാം. ഐ നീഡ് ടു ഗോ. എനിക്ക് പോകേണ്ടി വരും. അതെൻ്റെ ഒരു ആവശ്യം പോലെയല്ല നമ്മൾ പറയുന്നത്. അപ്പം ഐ നീഡ് ടു ഗോ. അവിടെ നീഡ് വന്നു, അതുകൊണ്ടാണ് നീഡ് വന്നത്. ഐ നീഡ് ടു ഗോ. നെക്സ്റ്റ് പോയിന്റ്. ഞാൻ തയ്യാറാണ്. ഞാൻ എന്ന് വെച്ചാൽ തയ്യാറെന്ന് പറഞ്ഞാൽ റെഡി. സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഐ ആം റെഡി. നെക്സ്റ്റ് പോയിന്റ്. ഞാൻ താമസിച്ചു. താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലേറ്റ്. ഞാൻ താമസിച്ചു. ഐ ആം ലേറ്റ്. ഞാൻ താമസിച്ചു. ഐ ആം ലേറ്റ്. നെക്സ്റ്റ്